പ്രിയമുള്ളവരെ, EK വിഭാഗം സമസ്തയുടെ ചില കുട്ടി നേതാക്കന്മാരും മൺമറഞ്ഞ ചില വൃദ്ധ നേതാക്കന്മാരുമൊക്കെ സാധാരണ മുളക്കാത്ത ചില കളവുകൾ പറയുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഉള്ളാൾ തങ്ങളും AP ഉസ്താദും കണ്ണിയത്തിനും ഈക്കക്കുമെതിരെ കേസ് കൊടുത്തു, മഹാ അപരാധമാണ് അവർ ചെയ്തത് എന്ന കല്ല് വെച്ച നുണ. അതിൻ്റെ പ്രചരണ രംഗത്ത് പ്രധാനമായിട്ടും എല്ലാവരും ഉണ്ട് എങ്കിലും നമ്മളെ പൂക്കോട്ടൂരും അമ്പലക്കടവുമാണ് ഇപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സമസ്തക്കെതിരെ ഏതെങ്കിലും ഒരു കേസ് ഉള്ളാൾ തങ്ങളോ AP ഉസ്താദോ കൊടുത്തതായി തെളിയിച്ചാൽ അവർ നല്ല നിലക്കുണ്ടായവരാണ് എന്ന് നമുക്ക് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാം. പച്ചക്കള്ളങ്ങൾ, വായ തുറന്നാൽ കള്ളം മാത്രം, സംഘടനാ വ്യഭിചാരം നടത്തുന്ന ഈ രണ്ടാളുകളും അവർക്ക് കുഴലൂതുന്ന നേതാക്കളും ഒരുപാട് കാലമായി ഈ സത്യവിരുദ്ധമായ പ്രസ്താവന ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തുടങ്ങിയിട്ട് അവരുടെ അഡ്രസ്സുകളോ അവരുടെ കാര്യങ്ങളോ ഒന്നും പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ ലേശില്ല. പിന്നെ മൺമറഞ്ഞു പോയ ഈ രണ്ട് നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ് അഡ്രസ്സ് ഉണ്ടാക്കിയാലേ തങ്ങളുടെ സംഘടനക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ധരിച്ച ഇവർ ആ മരണപ്പെട്ടവരെ കുറിച്ചുള്ള ചരിത്രം വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് വലിച്ചിഴക്കുകയാണ്. മരണപ്പെട്ടു പോയവർക്ക് എന്തൊക്കെ സല്ലത്തുകളും എന്തൊക്കെ അപാകതകളും ഉണ്ട് എങ്കിലും സുന്നികളായി മരണപ്പെട്ടു പോയ എല്ലാവരെക്കുറിച്ചും നല്ല അഭിപ്രായം പറയുക, അവരെക്കുറിച്ച് മോശമായ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാനുള്ള അവസരം സൃഷ്ടിക്കാതിരിക്കുക എന്നതാണ് നമ്മുടെ നയം. അതേസമയം വസ്തുതകൾ വിലയിരുത്തുന്നിടത്ത് ചരിത്രം പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഓരോ ഇല്ലാത്ത അപവാദങ്ങൾ അവർ പറയുമ്പോൾ അവർ ചെയ്തതായ ചില സല്ലത്തുകൾ, പ്രാസ്ഥാനികമായി യോജിക്കാത്ത ചില കാര്യങ്ങൾ അത് തുറന്നു പറയാൻ മറുഭാഗത്തുള്ള നമ്മൾ അഥവാ യഥാർത്ഥ സമസ്തയുടെ വാക്താക്കളായ ആളുകൾ നിർബന്ധിതരാവുകയാണ്. അപ്പം ഇങ്ങനെ പറയിപ്പിക്കാൻ താല്പര്യപ്പെടുന്നവരും നിർബന്ധിക്കുന്നവരുമാണ് അവരെക്കുറിച്ചുള്ള ഹിസ്റ്ററി വീണ്ടും ലോകർക്ക് മുമ്പിൽ അനാവരണം ചെയ്യാനുള്ള വേദിയൊരുക്കുന്നത് എന്ന വസ്തുത എല്ലാവരും മനസ്സിലാക്കണം. ഒരുപാട് കാലം അവരെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ അവരെ ഹയാത്ത് കാലഘട്ടത്തിൽ തന്നെ അവർ ചെയ്തതായ, അതിൽപ്പെട്ട ഒരാൾ ചെയ്തതായ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഒരു വാക്കും സമസ്തയുടെ AP ഉസ്താദിൻ്റെയും ഇന്ന് റയീസുലമ നേതൃത്വം സംഘടനയുടെ കീഴിൽ അന്ന് ഉണ്ടായിരുന്ന ഉള്ളാൾ തങ്ങളെ കീഴിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ പോലും കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് മോശമായ ഒരു കമൻറ്റോ എതിർപ്പോ പരാമർശമോ നടത്തിയിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അദ്ദേഹത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു ഇവർ. അതേസമയം മറ്റൊരു നേതാവ്, ആ നേതാവിൻ്റെ ചില ശ്രമങ്ങളിൽ ചില ചെയ്തികളിൽ പ്രതിഷേധിച്ചാണ് മുഷാവറ യോഗത്തിൽ നിന്നും നമ്മുടെ നേതാക്കന്മാർ ഇറങ്ങി വന്ന് ജനറൽ ബോഡിയെ ബോധിപ്പിച്ചു സംഘടന പുനഃസംഘടിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയ കഥയാണ്. അത് പറയേണ്ട ആവശ്യം ഇനി ഇപ്പോഴില്ല. ഇനി പറയാൻ നിർബന്ധിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഉത്തരവാദികളും അത് പറയേണ്ടി വരുന്നതും കേൾക്കേണ്ടി വരുന്നതുമായ പ്രശ്നങ്ങളുണ്ട് എങ്കിലും അത് പറയിപ്പിച്ചവരായിരിക്കും എന്ന് ഉണർത്തുകയാണ്. അപ്പോൾ ഈക്കയ്ക്കും കണ്ണിയത്തിനുമെതിരെ അക്കാലത്ത് എന്നല്ല ഇതുവരെയും ഒരു കേസ് പോലും ഈ പറയപ്പെട്ട ആരും കൊടുത്തിട്ടില്ല. ഉണ്ടെന്ന് തെളിയിച്ചാൽ അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇവർ പറയല്ലോ സ്റ്റേ കൊടുത്തില്ലേ, അത് AP അല്ലേ? ആ സ്റ്റേയെക്കുറിച്ച് 89 ചേർന്ന മുഷാവറയിൽ ആ സ്റ്റേ എന്തിനായിരുന്നു? ഈ മുഷാവറയിൽപ്പെട്ട പല ആളുകളും പല രീതിയിൽ തോന്നിയ രീതിയിൽ സമസ്ത തീരുമാനിച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ല. ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 3 ആളുകളെ സമസ്ത മുഷാവറ ഉത്തരവാദപ്പെടുത്തി ആ തീരുമാനം അതിൻ്റെ ബന്ധപ്പെട്ട ആൾ ക്യാൻസലാക്കി. ഇങ്ങനെയുള്ള ഒരുപാട് നയവ്യതിയാനങ്ങളും വഹാബികളോടൊപ്പം വേദി പങ്കിടാൻ പാടില്ല എന്ന സമസ്തയുടെ നയങ്ങൾ ബലികഴിച്ചുകൊണ്ട് അതിനുള്ള ശ്രമങ്ങളൊക്കെ ചില ഉന്നതന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഇങ്ങനെയുള്ള ഈ അബദ്ധസഞ്ചാരം നിയന്ത്രിക്കാൻ വേണ്ടി ജനറൽ ബോഡി വിളിച്ചു ചേർക്കണം എന്നതിന് വേണ്ടി പറഞ്ഞിട്ടൊന്നും കേൾക്കാത്തത് കൊണ്ട് പിന്നെ കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊക്കെയുള്ള പറയൽ എന്നതുകൊണ്ട് എന്ത് ചെയ്തു? ഈ നേതാക്കന്മാരൊന്നും അറിയാതെ അവരൊക്കെ ഗൾഫിലുള്ള സമയത്താണ് കോഴിക്കോട് ജില്ലയുടെ സമസ്തയുടെ ഭാരവാഹിയിൽപ്പെട്ട ഒരാളായ TC മുഹമ്മദ് മുസ്ലിയാരാണ് സ്റ്റേ കൊണ്ടുവന്നത്. അപ്പം സ്റ്റേ വന്നപ്പോൾ പിന്നെ കളി കാര്യമാകുമല്ലോ. അതുവരെയും സമസ്ത നോട്ട് ബുക്കിലും അല്ലെങ്കിൽ സമസ്തൻ്റെ തീരുമാനങ്ങൾ സമസ്തൻ്റെ നോട്ട് ബുക്കിൽ ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡിൻ്റെ നോട്ട് ബുക്കിലേക്ക് മാറ്റുകയും
അതുപോലെ ഷറഹ് എഴുതിയ പോലെ ഫതുൽ മീനൊക്കെ ഇപ്പോൾ പുതിയ ഇറങ്ങുന്നുണ്ടല്ലോ പല ഉസ്താദുമാരുടേതും. ആ ഷറഹ് എഴുതിയ പോലെ മിനിറ്റ്സ് ഇങ്ങനെ ഷറഹ് എഴുതി കൊടുത്തൊക്കെ ആ രീതിയിലുള്ള നോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇല്ലാത്ത മുഷാവറ ചേർന്നു, ഇല്ലാത്ത ജനറൽ ബോഡി ചേർന്നു, അങ്ങനെ പുനഃസംഘടിപ്പിച്ചു, കമ്മിറ്റി ഉണ്ടാക്കി എന്നൊക്കെ രീതിയിലുള്ള തെറ്റായ മഹാന്മാർ കൈകാര്യം ചെയ്ത മിനിറ്റ്സ് തിരുത്തുക എന്ന ഏറ്റവും വലിയ പാതകം ചെയ്ത ആ ശൈലി അവിടെ നിലവിലുണ്ടായിരിക്കെ അതിൽ പ്രതിഷേധിച്ചാണ് ഈ പണ്ഡിതന്മാർ 12 പേര് ഇറങ്ങിപ്പോകുന്നത്. 11 പേര് ഇറങ്ങിപ്പോന്നു, പിന്നെ ഒരാളും ഉണ്ടായിരുന്നു, അങ്ങനെ പിന്നെ പങ്കെടുക്കാത്ത ഒരാളുണ്ടായിരുന്നു. അങ്ങനെ 26 30 താഴെയുള്ള മുഷാവർ അംഗങ്ങളിൽ നിന്നുള്ള 12 13 ആളുകൾ അതിനോട് അപ്പത്തിന് യോജിക്കാത്തവരായിരുന്നു. അങ്ങനെ അപ്പോൾ സ്റ്റേ വന്നത് ആ രീതിയിലാണ്. ആ സ്റ്റേ വന്നപ്പോൾ അതിനെക്കുറിച്ചുള്ള തീരുമാനത്തിനാണ് മുഷാവറ വിളിച്ചത്. മുഷാവറയിൽ എ പി ഉസ്താദ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു ആ സ്റ്റേ നമുക്കെല്ലാവർക്കും എതിരെയുള്ളതാണ്. അഥവാ അന്ന് സമസ്തയിലുള്ള 36 ആളായിരിക്കും അല്ലെങ്കിൽ 34 ആയിരിക്കും, അവർക്കെല്ലാം എതിരെയുള്ള സമസ്ത മുഷാവറക്കെതിരെയുള്ള തീരുമാനമാണ്, അത് നമ്മൾ ഒന്നായിട്ട് നേരിടണം എന്നും അതേസമയം സമസ്തയുടെ മിനിറ്റ്സ് പരിഭാവനമാണ്, അതിലൊരു തെറ്റും തിരുത്തും വരുത്താതെ സത്യസന്ധമായി അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് വലിയ മൂപ്പര് പറഞ്ഞത് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങൾ ഇതുവരെ എടുത്ത തീരുമാനം അംഗീകരിക്കണം, ഇനിയും വേണ്ടതൊക്കെ എഴുതി ചേർക്കാനുള്ള അനുമതി വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനത്തെ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. ഈ കഥ ഇന്ന് 50 വയസ്സിൽ താഴെയുള്ള പലർക്കും ഈ കഥ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. 39 വയസ്സ് പ്രായമുള്ള ഒരാളും ഈ സമയത്ത് ജനിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് മുമ്പുണ്ടായ ഒരു കഥയാണ്, ആ കഥ വീണ്ടും വീണ്ടും പറയിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് ഇവരിങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി തീർക്കുന്നത്. അതിന് ഉത്തരവാദികൾ അവർ തന്നെയായിരിക്കും എന്ന് പറയുന്നു. കുറച്ച് ആളുകൾ മുമ്പുണ്ടായിരുന്നല്ലോ ഈ കളവ് പറയാനായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ടും അതുപോലെ ചില അമ്മോശന്മാരെ വക്കൽ നിന്ന് കോച്ചിങ് കിട്ടിയതായ ചിലർ അവരുടെ സ്റ്റഡി അതേപടി നടപ്പിലാക്കാൻ വേണ്ടി കള്ളത്തരത്തിന് എങ്ങനെയൊക്കെ അവതരിപ്പിക്കാം, നർമ്മം കലർത്തിയും അല്ലാതെയും എന്നൊക്കെ പഠിപ്പിച്ച അമ്മോശന്മാരുടെ ചില മരുമക്കളുണ്ട്. അവരൊക്കെ ഇപ്പോഴും ആ കളവ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ശ്രദ്ധയിലേക്ക് ഇങ്ങനെ ഒരു കാര്യം ഈ പണ്ഡിതന്മാർക്കെതിരെ, ഈ 2 പണ്ഡിതന്മാർക്കെതിരെ എ പി ഉസ്താദ് ഉള്ളാത്തങ്ങളോ കേസ് കൊടുത്തതായിട്ട് വല്ല രേഖയും തെളിയിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ചർച്ച ആരംഭിക്കാം. അല്ലെങ്കിൽ ആ കളവ് ഇപ്പോഴെങ്കിലും നിങ്ങൾ നിർത്തിവെക്കണം, നിങ്ങളുടെ മലക്കുകൾക്ക് വെറുതെ പണി ഉണ്ടാക്കരുത്. അപ്പോൾ ആ സ്റ്റേയുടെ കേസുണ്ട് എന്ന് മുമ്പൊക്കെ പറഞ്ഞിരുന്നത്. ആ സ്റ്റേ എന്ന് പറഞ്ഞത് എ പി ഉസ്താദിനും ഉള്ളാത്തങ്ങൾക്കൊക്കെ എതിരുള്ള സ്റ്റേ ആണ്. കാരണം മുഷാവർ അംഗങ്ങളായ മുഷാവറക്കെതിരാണല്ലോ, അവരൊക്കെ മുഷാവർ അംഗങ്ങളാണല്ലോ അന്നും എന്നും. പിന്നെ വേറൊരു മാറ്റോടെ സംഭവിച്ചിട്ടില്ലല്ലോ, അന്ന് ഏതായാലും സംഭവിച്ചിട്ടില്ലല്ലോ. അവരെ ദൃഷ്ടിയിലാണല്ലോ പിന്നെ നീക്കലും പോക്കലും ഇറങ്ങലും ഇറക്കി വിട്ടതും ഇറങ്ങിപ്പോയതൊക്കെ ഉണ്ടാക്കിയത്. എന്താണെന്നൊരു വ്യക്തത ഇപ്പോഴും അവർക്ക് വന്നിട്ടില്ല. പുറത്താക്കിയെന്ന് ചിലർ പറയും, പുറത്ത് പോയി എന്ന് പറയും. അങ്ങനെയുള്ള പല വ്യാഖ്യാനങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും അങ്ങനെയാണ് ആ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം എന്നിരിക്കെ സമസ്ത ശരിക്ക് കേസ് നടത്തുകയാണെങ്കിൽ സമസ്തയുടെ എല്ലാ അവകാശവും മറുവിഭാഗത്തിന് ഒന്നും പേര് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്കാക്കിത്തരാമെന്ന് വക്കീലന്മാർ പറഞ്ഞപ്പോഴും എ പി ഉസ്താദും നേതൃത്വവും എന്താ പറഞ്ഞത്, ആ കേസ് കൊടുത്തിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മൾ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ വക്കീൽ പോലും അതിൻ്റെ പേരിൽ നീരസം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന് വലിയ താല്പര്യക്കുറപ്പില്ലാത്ത അവസ്ഥയുണ്ടായി. വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരമാണത് ചെയ്യണമെന്ന് പറഞ്ഞത്. ഒരു കേസ് നടത്തുമ്പോൾ ഒരു വക്കീലിനെ വെക്കുമല്ലോ, സ്റ്റേ വന്നാലും എന്ത് വന്നാലും. അപ്പോൾ ആ വക്കീൽ പോലും അത് സമ്മതിച്ചില്ല. മാത്രമല്ല ഈ 2 പേർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ചാപ്പനങ്ങാടിക്കാരനായ ഒരു മുസ്ലിയാർ അന്ന് വാദിച്ചു. അദ്ദേഹത്തിൻ്റെ ആ വാദം അംഗീകരിക്കാതിരുന്നത് കൊണ്ട് അദ്ദേഹം വലിയ സ്ഥാനത്തുണ്ടായിരുന്ന ആളായിരുന്നു, അദ്ദേഹം അതിന് രാജിവെച്ചു പോയി. ഇങ്ങനെയുള്ളൊരു ത്യാഗം കൂടെ ഈ സംഘടന സഹിച്ചിട്ടുണ്ട്. കാരണം കണ്ണിയത്തിനും ഈക്കൊക്കെതിരെ കേസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ, അതിന് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ഒരാൾ രാജിവെച്ചു പോയി. ഇതാണ് സത്യമെന്നിരിക്കെ ഈക്കും കണ്ണിയത്തിനുമെതിരെ കേസ് കൊടുത്തു എന്നുള്ള കുപ്രചരണം ഒരുപാട് കാലം ഇവരുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ ഒരു ലക്ഷക്കണക്കിന് തവണ അവർ പറഞ്ഞിട്ടുണ്ടാവും. അവർക്കൊന്ന് തിരുത്തിയാൽ നിങ്ങൾക്ക് മടങ്ങാനുള്ള മാർഗമുണ്ട് എന്നാണ് ഈ വൈകിയ വേളയിലെങ്കിലും അറിയിക്കാനുള്ളത്. പിന്നീട് അങ്ങനെ ഒരു സ്റ്റേൻ്റെ കേസാണ് അന്നുള്ളത്. ആ സ്റ്റേ കേസ് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അത് സെക്രട്ടറിയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ അദ്ദേഹം കോടതിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സ്റ്റേ നീങ്ങാൻ. ഏതെങ്കിലും വക്കീലിനെ വിളിച്ചിറങ്ങിക്കാണ്ട് അവർക്ക് എന്തായാലും ചില്ലറക്കാശ് കൊടുത്തുകാണ്ട് ആ വക്കീലിനെ ഏർപ്പാടാക്കിയാൽ അതൊക്കെ അങ്ങനെ തന്നെ നീങ്ങുള്ളൂ. അല്ലാതെ ഇപ്പോൾ എല്ലാ കേസിനും എല്ലാവരും പോയിട്ടില്ല. വാദിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രതിയാണെങ്കിലൊക്കെ ചിലപ്പോൾ കോടതിയിലേക്ക് വിളിച്ചു എന്ന് വരാം.
അതും തന്നെ വക്കീലാണ് പലപ്പോഴും ഹാജരാകൽ. ഈ ചരിത്രവും ഈ കഥകളൊക്കെ ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല, വെറുതെ ജനങ്ങളെ കബളിപ്പിച്ച് ഇവരെല്ലാവരുടെയും അഡ്രസ്സിൽ ഉപയോഗിച്ചാൽ എല്ലാം അംഗീകരിക്കും. കാരണം ഇപ്പോഴുള്ള ആളുകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരൊന്നും ആൾക്കാർക്ക് അറിയില്ല, ഈ കളവ് പറയുന്ന ആൾക്കാരാണ്. മറ്റുള്ളവർ പറഞ്ഞതായ അബദ്ധങ്ങളും അതുപോലെ കബളിപ്പിക്കലും ആരും കേട്ടിട്ടുമില്ല, മറ്റുള്ളവർ തന്നാൽ ഈ പറയപ്പെട്ടതിൽപ്പെട്ട ഒരാൾ. അപ്പം അതുകൊണ്ട് അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഈ കേസ് കൊടുത്തു എന്നുള്ളത് ഇനി ലെവലുള്ളവരാണ് എങ്കിൽ നിങ്ങൾ പറയൽ നിർത്തണം, അല്ലെങ്കിൽ അതിന് രേഖ സമീപിക്കണം. സ്റ്റേ ആണെങ്കിൽ അത് എ.പി. ഉസ്താദിന് ഉള്ള തങ്ങൾക്കൊക്കെ എതിരെ, എല്ലാവർക്കും കൂടെ എതിരെ ഉള്ളതാണ്. അതിനിപ്പോൾ അതിന് ശേഷം എന്തായി, സ്റ്റേ വന്നാൽ പിന്നെ എന്താ ഉണ്ടാകുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എന്താണ് കേസുള്ളത്? ഇനിയിപ്പോൾ കേസ് വന്നു എന്ന് പറഞ്ഞിട്ട് പേടിക്കാൻ എന്താ ഉള്ളത്? കേസ് വന്നാൽ പേടിക്കാനില്ല. കോടതി കയറ്റുക എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്കുള്ളതിനെ ഈ കോടതി ജയിൽ എന്നൊക്കെ പറയുന്നത്. അതാണല്ലോ ഇപ്പോൾ എ.പി. ഉസ്താദ് സുന്നത്ത് ജമാഅത്ത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ, ലോകത്തൊന്നാകെ അത് പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് റിയാദിൽ കുറഞ്ഞ ദിവസം അറസ്റ്റിലാകുന്നത്. അല്ലാതെ വേറെ അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ടുള്ള പൈസക്കോ മറ്റൊന്നല്ല. ഈ സമുദായത്തിൻ്റെ സേവനം ചെയ്യുമ്പോൾ ആദർശം പ്രചരണം നടത്തി എന്നതിൻ്റെ പേരിലാണ്. അല്ലാതെ കിതാബിൽ സ്വർണം ബിസ്ക്കറ്റ് കൊടുത്തിട്ടോ സ്വർണ്ണ നാണയം കൊടുത്തിട്ടോ അതിൻ്റെ പേരിലൊന്നല്ല അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇനി ഒരാൾ അധികൃതമായോ അനധികൃതമായോ ജയിൽ ആക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും അതൊക്കെ ആൺകുട്ടികൾക്ക് പറഞ്ഞതാണത്. കാരണം ഈ കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ ആയിരിക്കുന്ന ഒരാൾ അവർ എന്തും നേരിടാൻ തയ്യാറുള്ളവരായിരിക്കും. അതിനെതിരെ ചിലപ്പം കേസ് വരും, നിയമം വരും, പോലീസ് വിളിക്കും, CBI വിളിക്കും, അതിനൊക്കെ പോകേണ്ടി വരും. അതിനൊക്കെ ഇങ്ങനെ അവരെ കോടതി കയറ്റി CBI കയറ്റി എന്നൊക്കെ പറഞ്ഞാണ് വിലപിച്ച് നടന്നിട്ട് ചിന്താശേഷി ഇല്ലാത്ത ആ വെള്ളക്കാച്ചികളുടെയും ആ കറുത്ത സൂപ്പിൻ്റെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞു പോയി. അന്നുള്ളവരുടെ മുമ്പിലും അതുപോലെ എന്താണെങ്കിലും ആ പഴയത് എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ പഴയ പാർട്ടി, അങ്ങനത്തെ ആളുകളുടെയൊക്കെ കാലം കഴിഞ്ഞു പോയി. ഇനി അതൊന്നും വിലപ്പോയില്ല. ഇപ്പോൾ വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് അവർ നിങ്ങളെ പഠിപ്പിക്കും ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ വേറെ നിലനിൽക്കുന്നത്, ഓരോ സംഘടനയിൽ നിൽക്കുമ്പോൾ അപ്പുറത്തൊരു സമസ്ത ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതേസമയം സമസ്തക്ക് ജനറൽ ബോഡി ഉണ്ട്. ആ ജനറൽ ബോഡി വിളിച്ച് പുനഃസംഘടിപ്പിച്ച് ഉള്ളാൾ തങ്ങളും എ.പി. ഉസ്താദും നേതാക്കളായി മറ്റ് 40 ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് 89 പുനഃസംഘടിപ്പിച്ചു. അതിൻ്റെ രജിസ്ട്രാർക്ക് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പരിപാടിയൊക്കെ വേണമെന്ന് മറ്റുള്ളവർ അറിയുന്നത്. അവരും കൊണ്ടേ കൊടുത്തു. അങ്ങനെ അവരെ സ്വാധീനം കൊണ്ട് രണ്ടും സ്വീകരിച്ചു. പിന്നെ അതിൻ്റെ ശേഷം പ്രശ്നമായി, കേസായി, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പം അങ്ങനെയൊക്കെ ആണ് സമയത്ത് ഓരോരുത്തരും വക്കീലിനെ വെച്ചുകൊണ്ട് വാദിക്കേണ്ടി വരും. ഇതിന് കേസാക്കി അവർ കേടതി കയറ്റിയെന്ന് ആരും പറയാറില്ലല്ലോ. അത് കയറ്റേണ്ടി വന്നാൽ കയറ്റേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണ്, ഒരു വേണ്ടാത്തരത്തിന് കൂട്ടു നിൽക്കാത്തതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോന്ന് അതിനെ പുനഃസംഘടിപ്പിച്ച് അതിനെ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയയാണല്ലോ. അതിനിപ്പം ഇനി എത്ര വലിയ ആൾക്കാരാണെങ്കിലും ആണ് കയറ്റേണ്ടി വരും, കയറിയിട്ടില്ലെങ്കിലും. പക്ഷേ ഇതുവരെ ഈ പറയുന്നതൊക്കെ കളവാണ് എന്നും ഇവരെ ഈ രണ്ട് നേതാക്കന്മാരോ അവരുടെ അനുയായികളോ അല്ലെങ്കിൽ അവരുടെ സമകാലികരോ ഒരു കോടതിയിലും കയറ്റിയിട്ടില്ല എന്നതാണ് സത്യമെന്നും എല്ലാവരും മനസ്സിലാക്കണം. എന്ത് കേസുണ്ടായാലും ആദ്യം വക്കീൽ കയറിയിട്ട് പരിഹരിക്കാത്തോടത്തെ ആ വാദ്യം പ്രതിയൊക്കെ കയറ്റുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളൂ. അതെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അവകാശ തർക്കത്തിൻ്റെ പേരിലുള്ളതായ ഒരു കേസ് എന്നല്ലാതെ, അത് വക്കീലിനെ കൊണ്ട് വാദിച്ചു എന്നല്ലാതെ അതിൻ്റെ പേരും ഈ രണ്ട് പേരും കോടതി കയറി എന്നുള്ളത് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് സംസാരം ആരംഭിക്കാം. അവിടെ നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് അംഗീകരിക്കാം. അതേസമയം ഈ പറയപ്പെടുന്ന ആളുകളുടെയൊക്കെ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഒത്താശയോടുകൂടെ ഒരു പള്ളിൻ്റെ കേസ് വന്നപ്പോൾ ആ പള്ളിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി, പുത്തനൂർ പള്ളി കേസിൽ വാദിക്കാൻ വേണ്ടി E.K. അബൂബക്കർ മുസ്ലിയാരെ കോടതി കയറ്റിയവർ അപ്പുറത്തുള്ളവരുടെ മുൻഗാമികളാണ് എന്ന് നമ്മൾ ഓർക്കണം. വഹാബികളുമായിട്ട്, വഹാബികൾ തന്നെ ആരാണ്? വഹാബികൾക്ക് ഇവിടെ പള്ളി ഒരു മഹലൊക്കെ തട്ടിയെടുക്കാൻ കഴിയൽ അത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഒത്താശയിലൂടെ, ആ രാഷ്ട്രീയ പാർട്ടിയെ സർവാത്മന പിന്തുണക്കുന്നവരാണല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ പൂർവികർ, അപ്പോൾ നിങ്ങളുടെ ആൾക്കാർ, അവരാണ് ഇങ്ങനൊരു കേസ് കൊണ്ടുവന്ന് സുന്നി പക്ഷത്ത് നിന്ന് വാദിക്കാൻ വേണ്ടി E.K. അബൂബക്കർ മുസ്ലിയാരെ കൊണ്ടുപോവുകയും അങ്ങനെ കോടതി കയറ്റുകയും ചെയ്തത്. അപ്പോൾ കോടതി കയറ്റിയെന്നൊരു പരാതി പറയാനുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ പൂർവികർ, നിങ്ങളുടെ പാർട്ടിക്കാരാണ്, ആ പാർട്ടീൻ്റെ ആശ്രയത്തോടെ ജീവിക്കുന്ന വിധേയ സംഘടനകളാണ് അദ്ദേഹത്തെ കോടതി കയറ്റാൻ നിർബന്ധിതരാക്കിയത്. അതേ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ പറയാനുള്ളൂ. അപ്പോൾ ഈ കളവ് ഇനിയും ഈ ഘട്ടത്തിൽ പോലും ആവർത്തിക്കരുത് എന്നും, അതൊക്കെ പറയുകയാണെങ്കിൽ എന്തെങ്കിലും തെളിവോടുകൂടെ പറയണമെന്നും, കോടതി കയറ്റിയ ഡേറ്റും പോയതും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കാണിക്കണമെന്നുമാണ് പ്രത്യേകം പറയാനുള്ളത്. ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് നിങ്ങൾ ജീവിച്ചാൽ, നിങ്ങളിപ്പോൾ ഉപ്പ് വെച്ച കലം പോലെ ആയിട്ടുണ്ടല്ലോ ഈ കളവ് പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ.
സ്വന്തം മണികളിൽ തന്നെ സ്വാധീനമില്ലാതെ അവർ തന്നെ ആട്ടി ഓടിക്കുന്ന, അവരൊക്കെ ജയിലിലടക്കണം എന്ന് പറയുമ്പോൾ അതേസമയം ജയിലിലടക്കണ്ട, നാട് കടത്തിയാൽ മതി എന്നുവരെയൊക്കെ പറയുന്ന നേതാക്കളും അണികളൊക്കെ ആണല്ലോ ഉള്ളത്. ആ രീതിയിൽ അവർ തന്നെ അധപ്പതിക്കാൻ ഇങ്ങനത്തെ കളവുകളൊക്കെയാണ് കാരണമെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഇനിയും മടങ്ങാൻ സമയമുണ്ട്, എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സന്മനസ് കാണിക്കണം എന്നാണ് ഉണർത്താനുള്ളത്. അള്ളാഹു സത്യം ഉൾക്കൊള്ളാൻ എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.